അപ്പോൾ സ്റ്റാർബക്സിലാട്ടോ ഓർഡർ വന്നിരിക്കുന്നത്. സ്റ്റാർബക്സ് കോഫി, എന്തോ ഐസ്ഡ് കോഫിയോ അങ്ങനെ എന്തോ. നേരെ ഡ്രൈവ് ത്രൂ പോവാട്ടോ. ഇറ്റ്സ് എ പിക്കപ്പ് ഓർഡർ ഫോർ സലീം. Is that for mobile or for delivery? ഇറ്റ്സ് ഫോർ ഡെലിവറി. ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ ആ സ്പീക്കറിൽ പറഞ്ഞാൽ മതി, അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. Hi there. Can I Hi. just double check I've got the right one? Yeah. Perfect. One bag today. Okay, thank you. Have Have a good day. അടുത്താട്ടാ, 2 കിലോമീറ്റർ ആയില്ല. ചെറിയ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റിലാണ് ഡെലിവറി വന്നിരിക്കുന്നത്, പക്ഷേ പാർക്കിംഗ് ഇല്ല. അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതും കൂടെ എടുക്കാം. ഓൺ ദ വേ ആണ്, ഇത് കൊടുക്കണം. അത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇത് വേറൊരു പുള്ളിക്കാരനും സെയിം സ്ഥലത്ത് ഡെലിവറി ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ തന്നെ വേറെ വണ്ടി വന്ന്, അപ്പോൾ അത് പറ്റിയിട്ടില്ല. നോക്കാൻ പറ്റും, നോക്കാം. അടുത്ത ഓർഡറും കൂടെ കഴിഞ്ഞിട്ട് എണ്ണ അടിക്കാൻ പോവാം. അടുത്ത് തന്നെയാണ്. ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആവുന്ന കേട്ടോ. ഇത് രണ്ടും സെയിം സാധനമാണ്. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കസ്റ്റമറിന് കൊടുക്കുക കേട്ടോ. അടുത്ത ഓർഡർ കിട്ടി, അതും എടുക്കാം. എല്ലാം കുഞ്ഞു ഓർഡർ കേട്ടോ. അതായത് അടുത്തടുത്തുള്ള ഇതാണ്. ചിക്കൻ ഷവർമയാണ് കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്നത്. ഈ കടയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അവർ റെഡി ആയിട്ടില്ലാന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ വണ്ടി ഓഫ് ആയിട്ടില്ല, പെട്ടെന്ന് കിട്ടുന്ന വെച്ചിട്ട്. നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടെന്ന്, പക്ഷെ കുഴപ്പമില്ല. അടുത്ത് തന്നെയാണ് ഇത് വന്നേക്കുന്നത്, 1 കിലോമീറ്റർ. ഇതുവരെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, പക്ഷേ കസ്റ്റമർ ആ റിസപ്ഷനിലെ ലോബിയിൽ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കയറേണ്ട ആവശ്യമില്ല. അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് എടുക്കാം. ഇത് കുഞ്ഞു ഓർഡർ കേട്ടോ, 2 കിലോമീറ്റർ ഒക്കെ അല്ലോ. ഈ ബെഞ്ചിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഓക്കെ, നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതും അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ ആയില്ലൂ. ഇന്നത്തെ സാധനം പിക്ക് ചെയ്തിട്ട് തരാം. എണ്ണയുടെ വാണിംഗ് ലൈറ്റ് കത്തി കേട്ടോ. ഓഫ് ചെയ്യുന്നില്ല, കാരണം പെട്ടെന്ന് കിട്ടുമായിരിക്കും സാധനം. വെറും കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത്. ഒരു ബർഗറും ഫ്രൈസും പിന്നെ വെള്ളമാണ് മേടിക്കാനില്ല. പിക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയം എടുത്തയ്യോ. വണ്ടി അവിടെ തന്നെ, ആരും കട്ടുകൊണ്ട് പോകാണ്ടെന്ന് ആദ്യം ഭാഗ്യം. അല്ല, ഇവിടെ ഇങ്ങനെ വണ്ടി ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കക്കുന്ന കുറേ ടീംസ് ഉണ്ട്, റിസ്ക്കാണ്. വാണിംഗ് ലൈറ്റ് പോയാ അതെവിടെ? ബടാ കുറച്ചു നേരം ചുമ്മാ ഇരുന്നപ്പോഴേക്കും വാണിംഗ് ലൈറ്റ് അങ്ങ് പോയി. കളിക്കുവാണോടാ നീ? ആണിതേ ആ ഷവർമ്മ കടയിലോട്ട് വീണ്ടും പോകണം പിക്ക് ചെയ്യാൻ. ഗൂഗിൾ മാപ്പിന് ഒരിക്കലും വിശ്വസിക്കാറ് കേട്ടോ. ഗൂഗിൾ മാപ്പ് പലതും കാണിക്കാം. മാപ്പ് ലെഫ്റ്റ് പോകാനാണ് പറയുന്നത്, ഏത് റൈറ്റ് ഇല്ല കടയിലോട്ട്. പക്ഷെ നമുക്ക് റൈറ്റ് പോയാൽ പോരെ. അങ്ങനെ ആ കട വീണ്ടും എത്തി. ഈ പ്രാവശ്യം വണ്ടി ഓഫ് ചെയ്യാം, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്ന. തിരിച്ചു വരുമ്പോൾ വണ്ടി വല്ലതും ഇല്ലെങ്കിലോ, അയ്യോ അല്ലേ, പെട്ടുപോലെ. പിന്നെ എങ്ങനെ ഊബർ ചെയ്യും നമ്മൾ, ഇങ്ങനെ വീഡിയോ ഇടും. എന്താ അല്ലേ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. കൊള്ളാലോ. ഞാൻ ഇത് നമുക്ക് വേണ്ടി ആക്കുന്ന കേട്ടോ. വിശന്നപ്പോൾ വേറെ ഒരു ഷവർമ്മ കഴിച്ചു നോക്കാന്ന് വെച്ച് പുള്ളിയുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് കസ്റ്റമറിന് ഓർഡർ. ഇത് നമ്മുടെ നോക്കാം എങ്ങനെയുണ്ട്. കൊള്ളാം കേട്ടോ, നാട്ടിലെ പോലത്തെ അല്ല. ഇത് ടർക്കിഷ് ടൈപ്പ് എന്തോ ഷവർമ്മയാണ്. കൊള്ളാം. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ, കഴിച്ചോണ്ട് തന്നെ പോവാം, വിശക്കുന്നത്. ഫസ്റ്റ് കസ്റ്റമറിൻ്റെ വീട് എത്തി കേട്ടോ. ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. കണ്ടാ, പരിപാടി കഴിഞ്ഞ്. സിമ്പിളല്ലേ. നേരെ അടുത്ത കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലോട്ട് പോകണം. അടുത്ത 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ. ഇത് അടുത്ത കസ്റ്റമറുടെ ലൊക്കേഷനിലെത്തി. ആ ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
ഒരു സീറ്റൊക്കെ ഉണ്ട്. ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇന്നത്തേക്കുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ എണ്ണ അടിച്ചിട്ട് വീട്ടിൽ പോവാം. ഓക്കെ, ബായ്.